ഹായ് ഫ്രണ്ട്സ്, ബാംഗ്ലൂർ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഒരു ചായയിൽ നിന്നും തുടങ്ങാം. ലാസ്റ്റ് ന്യൂ ഇയർ ടൈമിൽ നമ്മൾ നേരെ വാ നേരെ പോ സീരീസ് ഇട്ടുണ്ടായിരുന്നു, വയനാട് ഗെറ്റ് ടുഗദറിനായിട്ട്. ഇപ്പോൾ ഈ ബാംഗ്ലൂർ ഗെറ്റ് ടുഗദറിൽ ഒരു ചായയിൽ നിന്ന് തുടങ്ങാം. ഈ ഡയലോഗ് ഞങ്ങളുടെ ഇടയിൽ ട്രെൻഡാക്കിയ ആൾ ഇതായിരിക്കണു. പുതിയ ചെയർ വാങ്ങിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് പുള്ളി. ഈ ഡയലോഗ് പറഞ്ഞു തുടങ്ങിയത് രേവന്താണെങ്കിലും 2019 മുതൽ ഞാനും ഇത് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. ബാംഗ്ലൂരിൽ മഞ്ഞ ജേഴ്സി ഇട്ട് നടന്നാൽ തല്ല് കിട്ടുമോ വൈശാഖ്? അറിയില്ല, നോക്കാം. ബാക്കിയുള്ള മഞ്ഞക്കാരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടും. ഈ മഞ്ഞ ടീമിന്റെ ക്യാപ്റ്റൻ ശ്രീ രവിശങ്കർ. ഇങ്ങാടോ. അല്ല, നീയാണ് ക്യാപ്റ്റൻ. അത് കോച്ച്. എന്നാൽ നമുക്ക് കഫേ ഗോകുലത്തിലേക്ക് പോവാം ഒരു ചായ കുടിക്കാൻ. ഒരൊറ്റ ഡയലോഗ് ട്രെൻഡാക്കി ഞങ്ങളെ കൊണ്ട് ടീഷർട്ട് വാങ്ങിപ്പിച്ച മുതലാണ് ഇരിക്കുന്നത്. എന്താണ്? അതെ, ഷുഗർ ചായ കുടിച്ച് അവസാനം ഷുഗർലെസ് ചായയിലേക്ക് പോയിക്കാണ് രേവന്ത്. ഇതിൻ്റെയൊക്കെ മെയിൻ ആള് താണ്ടോ വിഷമിച്ച് ഇരിക്കുന്നു. അവൻ വിഷമിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല ഗൈസ്, ഒരാള് ഈ മഞ്ഞയുടെ റെഡി അല്ല. ആരാടത് ഞാൻ പറയുന്നില്ല. അങ്ങനെ നല്ല ചൂടുള്ള ചായ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. നമ്മുടെ സോലേ സിനിമയിൽ ജഗതി ശ്രീകുമാർ ഒരു ചായക്കട നടത്തുന്നുണ്ട്. അവിടെ ഈ ദിലീപും ഫ്രണ്ട്സും വന്നിട്ട് മധുരം കൂട്ടിയിട്ടും തേയില കുറച്ചിട്ടും വെള്ളം കൂട്ടിയിട്ടും പിന്നെ പഞ്ചസാര കുറച്ചിട്ടൊക്കെ അങ്ങനെ പലതരത്തിൽ ചായ പറയും. അവസാനം കാപ്പിയും പറയും. ഒടുക്കം വരുമ്പോൾ എല്ലാവർക്കും ഒരേ ചായ കൊണ്ടുപോയി കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് ജഗതിയുടെ ഒരു ഡയലോഗ് ഉണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ട് അവസാനം എനിക്ക് കിട്ടിയത് പഞ്ചസാര തീരെ ഇടാത്തൊരു ചായയാണ്. അത് രേവന്തിൻ്റെ ചായ തോന്നുന്നു. സാരമില്ല, ഇടയ്ക്കൊക്കെ ഒരു ഷുഗർലെസ് ആവാല്ലേ. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ മഞ്ഞ ഇടാത്ത ആളാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. ഞങ്ങൾ ഈ മഞ്ഞ കെട്ടിരിക്കുന്നത് ആളുകൾ ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ അവരുടെ റിയാക്ഷൻ ഷൂട്ട് ചെയ്യാൻ എനിക്കൊരു പേടി. അല്ല, തല്ലും കിട്ടിയാലോ. അതുകൊണ്ട് ആ റിസ്കിലേക്ക് ഞാൻ പോയില്ല. പാവ ശ്രീജിത്തിനെ എല്ലാവരും കൂടി ഒന്നും കൂടി കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് റൂമിൽ പോയിട്ട് മഞ്ഞ ഇടാൻ. നടക്കുമോ എന്ന് തോന്നുന്നില്ല. ഏതോ മലയാളിയുടെ സ്റ്റുഡിയോ തോന്നുന്നു. പ്രണവ് മോഹൻലാലൊക്കെ ഉണ്ട്. ബൈ ദ വേ, എനിക്കിന്ന് വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് 10 മണി മീറ്റിംഗ് സ്കിപ്പ് ചെയ്തെങ്കിലും എനിക്ക് ഇന്ന് വർക്ക് ചെയ്യണം വൈകുന്നേരം വരെ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊരു സുഹൃത്ത് പറഞ്ഞ പോലെ പണിയോട് പണി. ഞങ്ങൾ ഈ ടീഷർട്ട് ഓർഡർ ചെയ്തതേ മൈ ഡെസിഗ്നേഷൻ എന്നൊരു ഓൺലൈൻ സൈറ്റ് വഴിയാണ്. ഇതിന് മുമ്പ് നേരെ പോയും അവർ വഴി തന്നെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ കസിൻസൊക്കെ ആയിട്ട് ഗെറ്റ് ടുഗദറൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. കസ്റ്റമൈസ്ഡ് ടീഷർട്ട് ഏത് കളർ വേണമെങ്കിലും അതുപോലെ ഏത് റൈറ്റിങ്സ് വേണമെങ്കിലും അവരത് ചെയ്തു തരും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു കബഡി കളി കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് വൈശാഖ് മാത്രമല്ല ജെവിയും. ഇവൻ നമുക്ക് ഒരു ടീഷർട്ട് എക്സ്ട്രാ ആയിട്ട് അവസാനം നമ്മൾ സൈക്കിളിനാണ് ആ ടീഷർട്ട് കൊടുത്തത്. അങ്ങനെ നമ്മുടെ ടീഷർട്ട് ഇട്ട് രേവന്തിൻ്റെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. എന്തായാലും എവിടെയും പോകുന്നില്ല, അവന്മാരെവിടെ എന്നെ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ഞാൻ ലീവ് വെറുതെ കളഞ്ഞില്ല. ഞാൻ ഇവിടെ ഇരുന്ന് പണിയെടുക്കാന്ന് വിചാരിച്ചു. അടുക്കളയിൽ കാര്യമായ എന്തൊക്കെ പരിപാടികളുണ്ടല്ലോ. നീ മഞ്ഞന്ന് മാറിയാ? എന്താ പരിപാടി? ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ആദ്യം ചായയിൽ നിന്ന് തുടങ്ങിയത് ഒരു കുക്കിംഗ് വ്ളോഗായി മാറുമെന്നൊരു സംശയമുണ്ട്. ഇരിക്കുകയാണെങ്കിൽ ഉള്ളി വലുത് അരിഞ്ഞു കൊടുക്കണേ അവരെ സഹായത്തിന്. ഒന്നും ചെയ്യാൻ വയ്യ. അതന്നെ, ഇവിടെ ഒരു ചാക്ക് ഉള്ളി ഇന്നലെ ആതിര വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒരു കൊല്ലത്തേക്ക് ഉള്ളി വാങ്ങില്ല. അത് മറ്റൊരു കൺവിൻസിങ് സ്റ്റാർ. നീ ഉള്ളി അരിഞ്ഞിരിക്കുക, അപ്പോഴേക്കും ഞാൻ എത്താം. അവന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തോണ്ടിരിക്കുക. ഫോട്ടോ അയച്ചാൽ പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. എടാ പറഞ്ഞ പോലെ ഫോട്ടോ അയച്ചാടാ, ഞാൻ പറഞ്ഞാവും അയച്ചു തരും.
ആണ് ഞങ്ങൾ തമ്മിലുള്ളൊരു ഇരിപ്പുവശം. ഒന്നും പറയുന്നില്ല, ഞാൻ ചൂളി പോയത് തോന്നുന്നു. ഇത് കണ്ടു നോക്കിയാ ഇവിടെ ഒരു ഐറ്റം എടാ നെഞ്ചുകൊണ്ട് ഐറ്റം ഡാൻസ് കളിക്കണത്. അതിര ടീച്ചർ കോളേജിൽ പോയിരിക്കുക. അതുകൊണ്ട് ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടീസ് ഞങ്ങൾ ആണുങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, സാലാഡ് ഉണ്ടാക്കുകയാണ്. രേവന്തിൻ്റെ വക ഗീ റൈസ്. നല്ല മണം വരുന്നുണ്ട്. ഹോ, ഞാനും അങ്ങനെ കിച്ചണിൽ കയറി കുക്ക് ചെയ്യാൻ തുടങ്ങി. സാലഡ്, തൈര്, ക്യാരറ്റ്, സവോള, പച്ചമുളക്, പിന്നെ അത്യാവശ്യത്തിന് ഉപ്പ്. നമുക്ക് നമ്മുടെ ബൈജാനോടൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറയാം. സാലഡ് റെഡി ആയിട്ടുണ്ട്. സാലഡിൽ ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ബൈജാനാണ്. അതെ, കൂടിയോ? ഈ പാത്രങ്ങളൊക്കെ രവി കഴുകാനുള്ളതാണ്. ഫുഡ് കഴിഞ്ഞാൽ എന്റെ കൂടെ അസിസ്റ്റന്റായി ബൈജാനും ഉണ്ടാവും. ഈ ബിഗ് ബോസ് വീട്ടിൽ ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്യാപ്റ്റൻ ശ്രീ രവിശങ്കർ ആണ്. അയ്യോ അമ്മേ. സോ ഫുഡ് കഴിച്ചതിന് ശേഷം ഇത് രവിയുടെ ഡിപ്പാർട്ട്മെന്റ്. ആ ചെമ്പ് തുറക്കുമ്പോൾ തന്നെ നെയ്ച്ചോറിന്റെ നല്ല മണം. അപ്പോൾ ഈ ഒരു നെയ്ച്ചോറിൽ യാതൊരു പങ്കും എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം ഇത് പൂർണ്ണമായിട്ടും രേവന്ത് ഉണ്ടാക്കിയതാണ്. ഫുഡ് ഉണ്ടാക്കൽ മാത്രമല്ല, മൂപ്പര് ഞങ്ങൾക്ക് നന്നായി വിളമ്പിയും തന്നു. അതാണ് മൂപ്പരുടെ ഒരു സന്തോഷം. അപ്പം നല്ല അടിപൊളി നെയ്ച്ചോറും സാലഡും. സൈഡിൽ കൂടെ എൻ്റെ സാലഡിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യണ്ടേ. പിന്നെ ഒരു വെജ് ഗ്രേവി ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ആ ഫുഡ് അടിയും കഴിഞ്ഞിട്ട് പിന്നെയും പണിയോട് പണി. വൈകുന്നേരമായി. അയ്യോ, അങ്ങനെ ബാംഗ്ലൂർ നഗരത്തിനോട് വിട പറയാനുള്ള സമയമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്കിന്ന് പോണ്ട, നമുക്ക് നാളെ പോവാം. നാളെ പോവാം. ഞാൻ പൊക്കോളാം, നീ ഇവിടെ നിന്നു. എന്താ നിനക്കെന്താ പോയാ? നിനക്കെന്താ എൻ്റെ കൂടെ നിന്നാൽ? ഞാനും രവി ഒരേ ബസ്സിലാണ് പോകുന്നത്. പിന്നെ വൈശാഖ് ചെന്നൈയിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ മൂന്നാളുടെയും ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മടിവാളയിൽ നിന്നാണ്. അപ്പോൾ ഒരു ഓട്ടോയിൽ പോവുക. എന്താ ട്രാഫിക്കിൻ്റെ അവസ്ഥ! ബാംഗ്ലൂർ ട്രാഫിക്കിൻ്റെ ഓരോ അവസ്ഥകളാണ്. 1 കിലോമീറ്റർ ഒന്ന് നീങ്ങാൻ മിനിമം 15 മിനിറ്റൊക്കെയാണ് എടുക്കുന്നത്. കണക്കിന് നമ്മുടെ 10 മണിയുടെ ബസ് പിടിക്കാനായിട്ട് നമ്മൾ 7 മണിക്ക് തന്നെ ഇറങ്ങേണ്ട അവസ്ഥയാണ്. ഈ ട്രാഫിക്കിനൊക്കെ ഒരു ശമനം വരുമോ പൈസ? ചെന്നൈയിൽ ഇത്രയും ട്രാഫിക് ഇല്ല അല്ലേ? കുറച്ച് കുറവാണ്. ബസ് കണ്ട് ധൃതംഗ പുളകിതനാകുന്ന രവി ഫോട്ടോ എടുക്കും എന്നാണ്. ഏത് ഫോട്ടോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും? എന്തായാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഈ ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നോ പ്രോബ്ലം. അപ്പോൾ രവി അവൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിൻ്റെ ലിങ്ക് വന്നിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ വല്ലാണ്ട് പ്രേരിപ്പിക്കുന്നുണ്ട് എന്നെ. അപ്പോൾ ഞാൻ അത് ഇടാൻ പോവുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും അവനെ ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കയറി ഫോളോ ചെയ്തോളൂ കേട്ടോ. ട്രാഫിക് ബ്ലോക്കൊക്കെ മാറിയിട്ട് നമ്മുടെ ഓട്ടോ ചേട്ടൻ പറപ്പിച്ച് വിടുന്നുണ്ട്. ഗാർവേ ബാവിപ്പാളയാണിത്. ഇവിടെ ഞാനൊരു 2018 തോന്നുന്നു, ഒരു 4 മാസം താമസിച്ചിട്ടുണ്ട്. അപ്പോഴായിരുന്നു മെട്രോൻ്റെ പണി തുടങ്ങിയത് ഇവിടെ. നമ്മളപ്പോഴേക്കും ബൊമ്മനഹള്ളി ട്രാഫിക്ക് പെട്ടു. എന്തായാലും ഇവിടുത്തെ മെട്രോൻ്റെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. 2025 ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും തുറക്കും തോന്നുന്നു. അപ്പോഴേക്കും ഈ ഒരു ഹൊസൂർ റോഡിലേക്കൊക്കെയുള്ള ട്രാഫിക് കൺജഷൻസ് ഒക്കെ ഒന്ന് കുറച്ച് കുറയും. മടിവാളയിലെ ദ മോസ്റ്റ് ഫേമസ് അറേബ്യൻ റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള സേവറിയിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഡിന്നർ കഴിക്കാൻ. ഞങ്ങളെ ബസ് കയറ്റി വിടാനായിട്ട് ശ്രീജിത്തും രേവന്തും ആതിരയും എത്തിയിട്ടുണ്ട്. ബസ് പിടിക്കേണ്ടുള്ളതുകൊണ്ട് ഓർഡർ ചെയ്ത ഡിഷസ് പ്ലീസ് മേക്ക് ഇറ്റ് ഫാസ്റ്റ് എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു. അങ്ങനെ ഇവരുടെ തലശ്ശേരി ബിരിയാണി കഴിക്കാനുള്ളൊരു ആകാംക്ഷയിലാണ് നമ്മുടെ പിള്ളേർ. അയ്യോ, എൻ്റെ ഉയരം പെട്ടെന്ന് കുറഞ്ഞോ? ഞാൻ താഴ്ന്നിരുന്നതാണല്ലേ. അപ്പോൾ എന്നെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഇവരൊക്കെ ബിരിയാണി കഴിക്കുകയാണ്. എന്താ അല്ലേ? അല്ല, ഞാൻ ഓർഡർ ചെയ്ത ബർഗർ എവിടെ? കുറേ ആയിട്ട് ഇപ്പോൾ ഈ ഫ്രൈഡ് റൈസ് നൂഡിൽസും കഴിക്കുന്നതുകൊണ്ടൊന്ന് മാറ്റി പിടിക്കാൻ ബർഗറാണ് ഇവിടുത്തെ ഒരു ഓപ്ഷൻ കണ്ടുള്ളൂ. ബർഗർ കൊള്ളാം. അപ്പോൾ ഇവർ സെൽഫി സെഷൻ നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ കൂടെ സെൽഫി എടുക്കാൻ ആരുമില്ല. ഞാൻ ആ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക. ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ.
എന്താ പറയണ്ടേ? അമ്പാടി റോഡ്വേസ്. അമ്പാടിയോ? അതെന്താ സാധനം? അതിനെ പറയൂ, ആ എപ്പിക് ഡയലോഗ്. പേരാണ് അമ്പാടിക്കുട്ടൻ. അതെയോ? അതാണ് അമ്പാടി റോഡ്വേസ്. ഇത് എൻ്റെ ബസ്സാണ്. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബസ്സാണ്. അതിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത് എന്നെ പോകുന്നതല്ലാണെങ്കിൽ ബസ്സിലാണെങ്കിൽ ഞാൻ അവരുടെ പ്രൈവസി കളയാണ്. അവർ നമ്മുടെ ബൈജാൻ്റെ ബസ് വരാറായി. 10 മിനിറ്റിനുള്ളിൽ ബസ് എത്തും. ചെന്നൈ ഭാഗത്തേക്കുള്ള ബസ് ഇവിടെയാണ് സ്റ്റോപ്പ്. ഞങ്ങൾക്ക് നാട്ടിൽ പോകാനുള്ള ബസ് ഓപ്പോസിറ്റ് സൈഡിലാണ്. അവിടെ വെച്ച് ഞങ്ങൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. നിങ്ങളും കണ്ടോളി. ഹായ് ഹായ്. നീയാണെങ്കിൽ പോയി കളിപ്പിച്ചോ ഒരു കാൻഡിഡ് ഷോട്ട്. പേടിച്ചു പേടിച്ചു പൂച്ച. ഞാനും പേടിച്ചു. ആ അത് കൊള്ളാമല്ലേ. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും റിയൽ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു പൂച്ചയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞങ്ങൾ വന്നിട്ടോ. ഡ്രീം ലൈനിൻ്റെ ബസ് കിടപ്പുണ്ട്. ഇതിവിടെ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന ബസ്സാണ്. വയാ സേലം, കോയമ്പത്തൂർ, പാലക്കാട്, തൃശ്ശൂർ. അങ്ങനെ നമ്മുടെ പിള്ളേരോട് ടാറ്റ പറയാനുള്ള സമയമായിരിക്കുകയാണ്. 2 ദിവസം നല്ല അടിപൊളിയായിരുന്നു. നമുക്കെന്നാ ബസ്സിലേക്ക് കയറാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബെഡ് ഗൈസ്. അനന്തശയ്യയിൽ രവിയണ്ണൻ. രവി, നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞു. ഇനി എപ്പോഴാ അടുത്ത ബാംഗ്ലൂർ ട്രിപ്പ്? ഞാൻ ഉടനെ എങ്ങും പ്ലാൻ ചെയ്യുന്നില്ല. എന്താ നീ ഉടനെ പ്ലാൻ ചെയ്യാത്തത്? പെട്ടെന്ന് വേണ്ടല്ലേ, നമുക്കൊരു ഗ്യാപ്പ് എടുത്ത് 2025 വരാം. അപ്പോൾ 2025 കാണുന്നതായിരിക്കും ബാംഗ്ലൂർ നഗരത്തിനോട് ഒരു ചെറിയ വിട. ഇനിയിപ്പോൾ കയറി കിടന്നുറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ. പാലക്കാട്, ഞാൻ പാലക്കാട് ഇറങ്ങും, അവൻ കൊച്ചിയിലിറങ്ങും. അപ്പോൾ പാലക്കാട് എത്തുന്ന കാഴ്ചകളൊന്നും തന്നെ ഉണ്ടാവില്ല. പാലക്കാട് എത്തിയിട്ട് നമുക്ക് കാണാം. സമയം 5:43. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഇവർ പക്കയാണ്. അപ്പോൾ കഞ്ചിക്കോടൊക്കെ എത്തിയപ്പോഴേക്കും നമ്മുടെ ക്ലീനർ ചേട്ടൻ വിളിച്ച് എണീപ്പിച്ചു. കുറച്ച് നേരം ക്യാബിൻ വിഷ്വൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. വണ്ടി 100-ലാണ് പറക്കണേ. ആറ് മണിക്ക് എത്തേണ്ട ബസ്സാണ്. 5:50 തന്നെ പാലക്കാട് ചന്ദ്രനഗർ ബൈപ്പാസിലെത്തി. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ഒരു കാഴ്ച, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയല്ലേ. രവി നല്ല ഉറക്കത്തിൽ, അതുകൊണ്ട് അവനെ ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തിയില്ല. ഞാൻ നേരെ KSRTC ബസ് സ്റ്റാൻഡിലെത്തി. കൽപ്പറ്റയ്ക്കുള്ള ബസ് സ്റ്റാൻഡ് വിട്ട് പോകുന്നുണ്ട്. കോഴിക്കോട് കിടപ്പുണ്ട്. തൊട്ട് പുറകിൽ നമുക്ക് പോകാനുള്ള ഗുരുവായൂർ വണ്ടി കിടപ്പുണ്ട്. എത്രയും പെട്ടെന്ന് പോയി സീറ്റ് പിടിക്കട്ടെ. അങ്ങനെ വീടെത്തി. ബാക്ക് ടു ഹോം. 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ ബാംഗ്ലൂർ. പക്ഷേ ആ 2 ദിവസം നല്ല അടിപൊളിയായിട്ട് പോയി. ആക്ച്വലി ഒരു 5 ദിവസത്തെ പരിപാടിക്കായിട്ട് പ്ലാൻ ചെയ്തതാണ്. വേറെയും 1-2 പേരെ മീറ്റ് ചെയ്യാനെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെത്തേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ട് ഞാൻ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് രവിയുടെ കൂടെ നേരത്തെ പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ സീരീസ് ഈ ഒരു 3 വീഡിയോയിൽ ഞാൻ ഒതുക്കുകയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക്. മറ്റൊരു തവണ നമുക്ക് ബാംഗ്ലൂരിലേക്ക് വീണ്ടും പോകാൻ, ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗുകളൊക്കെ എടുക്കാൻ. എപ്പോഴും ബാംഗ്ലൂർ സീരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോസിലും അത്യാവശ്യം കമൻസിലൊക്കെ ഒരുപാട് സപ്പോർട്ട് വന്നത് ഞാൻ കണ്ടു. ഐ എം വെരി ഹാപ്പി. ഇപ്പോൾ നിങ്ങൾ പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെഗുലറായിട്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നാണ്. ശരിയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാനൊരു 3 ദിവസത്തിലൊരു വീഡിയോ എന്ന രീതിയിലൊക്കെ ഇടാം തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും സപ്പോർട്ട് റെഗുലറായിട്ട് ചെയ്യുമ്പോൾ അതെനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ തുടർന്നും അതുണ്ടാവണം. പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് രാജേഷ് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി പറയണമെന്ന് വിചാരിച്ചു. എന്നാണ് ശബരിമലയിൽ പോകുന്നത്, എൻ്റെ ശബരിമല വ്ളോഗ്സ് പ്രതീക്ഷിക്കാമോ എന്ന്. ഓഫ് കോഴ്സ് ശബരിമല പോകുന്ന വ്ളോഗ് എടുക്കണം എന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് പോസിബിൾ ആവുമെന്ന് അറിയില്ല. കാരണം ഞാൻ ഫസ്റ്റ് ടൈം പോകുന്ന, അപ്പോൾ എനിക്ക്
ആ ഒരു മെമ്മറി ഡോക്യുമെൻ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം വർഷങ്ങൾക്ക് ശേഷം ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ വളരെയധികം ഹാപ്പിനെസ് ആണ് ഈ വ്ളോഗ്സ്. അതുകൊണ്ട് ഞാൻ എന്തായാലും എടുക്കും. പക്ഷേ ലെറ്റ് സി എത്രത്തോളം പറ്റുമെന്നറിയില്ല. പിന്നെ പോകുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 5 ആക്ച്വലി ഞങ്ങൾക്ക് സ്ലോട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഡിസംബർ 4 ഇവിടുന്ന് പോവും. കെട്ടുനിറയൊക്കെ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിലാണ്. അതിനൊരാഴ്ച മുന്നേ മാലയിടും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ 5 ശബരിമല വ്ളോഗ്സൊക്കെ ആയിട്ട് വരാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടാവും. ചില കുക്കിംഗ് വ്ളോഗ്സ്, അതുപോലെ ടെമ്പിൾ വ്ളോഗ്സ്. ഓഫ് കോഴ്സ് ഈ ഒരു സമയത്ത് ഒരുപാട് ടെമ്പിൾസ് വിസിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ടെമ്പിൾ വ്ളോഗ്സൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിലുള്ളൂ. അപ്പോൾ നമുക്ക് 3 ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.